Hey everyone, welcome back to the channel. ഇന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ വീഡിയോ സെറ്റപ്പിൽ. സാധാരണ ചെയ്യുന്ന ഡിജിറ്റൽ ക്യാമറ സെറ്റപ്പ് അല്ല. ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ഡെല്ലിന്റെ WP2023 എന്ന 2K റെസൊല്യൂഷനുള്ള വെബ് ക്യാമിൽ കൂടെയാണ്. ഇന്നത്തെ ഈ ഫുൾ വീഡിയോ നമ്മൾ ഈ വെബ് ക്യാമിൽ കൂടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ ക്യാമറയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും, പിന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഓഫീസ് ആവശ്യങ്ങൾക്കൊക്കെ ഓൺലൈൻ മീറ്റിംഗ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിലേക്ക് വേണമെങ്കിൽ റെസൊല്യൂഷൻ കൂട്ടാൻ ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്, പിന്നെ നിങ്ങളുടെ മക്കളൊക്കെ ഇപ്പോൾ ഓൺലൈൻ സ്കൂൾസ് ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസിലും സൂം മീറ്റിങ്ങിലും ഒക്കെ ഇത് എത്രമാത്രം നല്ലതാണ് എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയല്ലേ. അപ്പോൾ ഈ വെബ് ക്യാമിൻ്റെ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു 2K പിക്ചർ റെസൊല്യൂഷനുള്ള വെബ് ക്യാമറയാണ്. നമ്മൾ ലാപ്ടോപ്പിൻ്റെ മുകളിലൊക്കെ കാണുന്ന ചെറിയ ക്യാമറ അത് അധികവും HD റെസൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ HD ആയിരിക്കും. എങ്കിൽ പോലും ഈ 2K റെസൊല്യൂഷനെക്കാളും വളരെയധികം ക്ലാരിറ്റിയും ഇത് ഷാർപ്നെസ് കുറവായിരിക്കും നമ്മളുടെ ലാപ്ടോപ്പിലൊക്കെ കാണുന്നത്. അപ്പോൾ അധികം ആൾക്കാരും ഇതൊരു എക്സ്ട്രാ ആക്സസറി ആയിട്ട് നമുക്കത് കണക്ട് ചെയ്തിട്ട് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ്സും ഓൺലൈൻ മീറ്റിംഗ്സിനൊക്കെ നമുക്കിത് ഉപകാരപ്പെടുത്തുവാൻ സാധിക്കും. അപ്പോൾ ഈ റെസൊല്യൂഷനിലുള്ള ഡിഫറൻസ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഡെല്ലിൻ്റെ പെരിഫറൽ മാനേജർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഞാൻ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് 2K അല്ലെങ്കിൽ QHD റെസൊല്യൂഷനിലാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഫുൾ HDയിലേക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ക്ലാരിറ്റി നന്നായിട്ട് കുറഞ്ഞു അല്ലേ. ഇനി ഞാൻ സാധാ HD റെസൊല്യൂഷൻ നമ്മൾ ലാപ്ടോപ്പിലേക്ക് അധികം കണ്ടുവരുന്ന ക്യാമറയിലുള്ള റെസൊല്യൂഷനിലേക്ക് മാറ്റാം. അപ്പോൾ മറ്റതിനേക്കാളും റെസൊല്യൂഷൻ കുറഞ്ഞു, കണ്ടില്ലേ. അപ്പോൾ ഇനി വീണ്ടും 2K HD റെസൊല്യൂഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്രമാത്രം ആ ഒരു ഷാർപ്നെസ്സും പിക്ചറിൻ്റെ ആ ഒരു ഡിഫറൻസും വന്നു എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഫേസ് ഡിറ്റക്ഷനും ഓട്ടോ ഫോക്കസുമാണ്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മുന്നിലുള്ള ഫേസിനെ അത് ഡിറ്റക്ട് ചെയ്ത് ഫോക്കസിൽ നിർത്തും, അപ്പോൾ ബ്ലർ ആവില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു മെയിൻ ഫീച്ചർ ഹൈ ഡൈനാമിക് റേഞ്ച് അല്ലെങ്കിൽ HDR ആണ്. നമ്മൾ ഇന്ന് QLED ടിവികളിലും LED ടിവികളിലൊക്കെ കണ്ടുവരുന്ന ഫീച്ചറാണല്ലോ HDR. അപ്പോൾ ഈ ഒരു HDR ഫീച്ചറും പിന്നെ ഓട്ടോ വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഫീച്ചറും ഒക്കെ വെച്ചിട്ട് കളറും പിക്ചറും ഒക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇതിന് കാണിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ഒന്ന് നോക്കാം. സാധാരണ ഡിജിറ്റൽ ക്യാമറയുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് ഈ ക്യാമറക്കുള്ളത്. ഈ റൂമിൽ ഇപ്പോൾ ഓണായി കിടക്കുന്നത് എൻ്റെ മെയിൻ വാം ആയിട്ടുള്ള ട്യൂബ് ലൈറ്റും പിന്നെ സ്റ്റുഡിയോ ലൈറ്റ്സുമാണ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഓഫ് ചെയ്തിട്ട് ഇതിൽ ഒരു എത്രമാത്രം ആ ഒരു സൺലൈറ്റിൽ മാത്രം എത്രമാത്രം ഒരു ഇത് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റുഡിയോ ലൈറ്റ് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ആ ലൈറ്റ് ഓഫായി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ആ ഒരു വൈറ്റ് ബാലൻസും പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പോഷർ ബ്രൈറ്റ്നസ്സും ഒക്കെ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡെല്ലിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മെയിൻ ട്യൂബ് ലൈറ്റ് ഓഫാക്കിയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ്. ഇനി എൻ്റെ ഡെസ്കിൽ ടേബിളിലുള്ള ഡെസ്ക് ലാമ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ അതും ഓഫായിരിക്കുന്നത്. ഇപ്പോൾ ആകെയുള്ള ലൈറ്റിങ് എൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു സൂര്യപ്രകാശമാണ് വിൻഡോയിൽ കൂടെ വരുന്നത്. പിന്നെ ബാക്കിൽ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ലൈറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ലോ ലൈറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഓവർ എക്സ്പോസ് ചെയ്യാതെ വളരെയധികം കുറേ ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ നന്നായിട്ട് ഒരു ലോ ലൈറ്റ് പെർഫോമൻസിൽ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ലൈറ്റിംഗ് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഡെൽ കമ്പനി പറയുന്നത് ഈ ക്യാമറ വളരെയധികം നോയ്സ് റിഡക്ഷൻ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നോയ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലുള്ള നോയ്സ് അല്ല. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു തരികളോ അല്ലെങ്കിൽ ഗ്രെയിൻസോ ആണ് നമ്മൾ വീഡിയോയിലെ നോയ്സ് എന്ന് പറയുന്നത്. അത് കുറച്ച് നന്നായിട്ട് കുറക്കുന്നുണ്ട് എന്നാണ് ഡെല്ല് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോ ലൈറ്റിംഗ് കണ്ടീഷനിൽ എന്താണ് നോയ്സ് എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയുക. ബാക്കിയുള്ള ക്യാമറസ് സാധാ HD ക്യാമറയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ റൂമിൽ തീരെ ലൈറ്റ് ഇല്ലാതെ ഇപ്പോൾ സൺലൈറ്റും ഈ ബാക്കിലുള്ള ലൈറ്റും കീ ലൈറ്റും വെച്ച് മാത്രം തന്നെ ഈ ഒരു നോയ്സ് റിഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെയുള്ള ഈ വെബ് ക്യാമിൻ്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ പ്രൈവസി ഷട്ടറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം വളരെ ടെൻഷനുള്ള കാര്യമാണ് ഒരു ക്യാമറ ഫുൾ ടൈം ഒരു വെബ് ക്യാം നമ്മൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കണക്റ്റ് ആയി കിടക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ ക്യാമറ ഓണായി കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ടാകുന്ന ഒരു പ്രൈവസി ഇഷ്യൂസ് നമുക്ക് വളരെ ടെൻഷൻ ഉള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു ഫിസിക്കൽ ഷട്ടർ ബട്ടൺ ഇതിൻ്റെ താഴെ വരുന്നുണ്ട്. ഞാൻ അതൊന്നും ഓഫ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, വീഡിയോ കംപ്ലീറ്റ് കട്ട് ഓഫ് ആയിരിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രൈവസി ബട്ടൺ. അപ്പം ഇത് വളരെയധികം ഉപകാരമാണ് നമ്മുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ. പിന്നെ ഈ വെബ് ക്യാമിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു മൈക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒരു എക്സ്ട്രാ മൈക്രോഫോണൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കോൾസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ വളരെയധികം സൗണ്ട് ക്വാളിറ്റിയും ഇതൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സ്റ്റുഡിയോ ലൈറ്റ് ഓൺ ചെയ്തിരിക്കുകയാണ് കുറച്ചും കൂടെ ലൈറ്റ് കിട്ടുവാൻ
ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെല്ലിൻ്റെ ഈ പെരിഫറൽ മാനേജർ ആപ്ലിക്കേഷൻ എടുത്താൽ നമ്മുടെ ഈ ഡിവൈസസ് കണക്റ്റഡ് ആയി കാണും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെല്ലിൻ്റെ ക്യാമറയിലാണ് ഉള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ പല പ്രീസെറ്റുകളും ആദ്യം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഡിഫോൾട്ട്, വോം, വൈബ്രൻറ്റ്, സ്മൂത്ത്. ഇപ്പോൾ വോം ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് ടിഞ്ച് ആയിരിക്കും. പിന്നെ വൈബ്രൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതായിരിക്കും. ഇപ്പോൾ വോമിലേക്ക് മാറ്റുമ്പോൾ കാണാം അത് കുറച്ചും കൂടെ ഒരു ഡള്ളായി. പിന്നെ സ്മൂത്ത് ആക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്ററൊക്കെ ഇടുന്നത് പോലെ നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടെ സ്മൂത്തൻ ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്രീസെറ്റ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു ഡിഫോൾട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിനനുസരിച്ചുള്ള പ്രീസെറ്റ് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഇനി ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ക്യാമറ കൺട്രോൾസ്. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഫീൽഡ് ഓഫ് വ്യൂ മാറ്റാം. ഇത് ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടെ വലിയൊരു ഫീൽഡ് ഓഫ് വ്യൂ കിട്ടും. ഇത് ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഇത് കിട്ടും. പിന്നെ സൂം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സൂം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ പിക്ചർ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറ കൺട്രോൾ വരുന്നത്. പിന്നെ കളർ ആൻഡ് ഇമേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് HDR-ഉം ഓട്ടോ വൈറ്റ് ബാലൻസും ഇങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ബ്രൈറ്റ്നസ്, ഷാർപ്നെസ്, കോൺട്രാസ്റ്റ്, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാപ്ചർ മോഡിൽ വന്നാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 2K റെസൊല്യൂഷനിൽ നിന്ന് HD റെസൊല്യൂഷനിലേക്കും ഫുൾ HD റെസൊല്യൂഷനിലേക്കും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. മാത്രവുമല്ല ഫ്രെയിംസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ FPS-ലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഫ്രെയിമിംഗ് ഗ്രിഡ് ഇത് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫേസ് സെൻറ്ററിലാണോ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് നമുക്ക് സെൻറ്ററിലായിട്ട് തന്നെ സംസാരിക്കുവാനും സാധിക്കും. പിന്നെ ഉള്ളത് മൈക്രോഫോണാണ്. മൈക്രോഫോൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻബിൽഡ് മൈക്രോഫോൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ആപ്ലിക്കേഷൻ, നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് ഡെല്ലിൻ്റെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന്. നമുക്ക് ക്യാമറൻ്റെ പല ഫീച്ചേഴ്സും നമുക്കൊരു ഗ്രാനുലാർ ലെവലിൽ നമുക്കിത് കൺട്രോൾ ചെയ്യുവാനും സെറ്റിങ്സ് മാറ്റുവാനും സാധിക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ റെഫറൻസ് ലിങ്ക് ഞാൻ ആമസോൺ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡെല്ലിൻ്റെ പെരിഫറൽ മാനേജർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ക്യാമറയുടെ വളരെ ചെറിയൊരു ലെവലിൽ തന്നെ എല്ലാ സംഗതികളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിനുള്ള ഒരു ക്യാമറ ഒരു വെബ് ക്യാം എടുത്താൽ നിങ്ങൾക്ക് ഇത്രമാത്രം കൺട്രോളും ഇങ്ങനത്തെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓഫീസ് കോളിലൊക്കെ കുറച്ചും കൂടെ ലാപ്ടോപ്സിൽ ഇതൊരു USB-യിൽ ലാപ്ടോപ്പിൻ്റെ ഇത് കണക്ട് ചെയ്ത് മുകളിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കി ജോയിൻ ചെയ്യുന്ന ആൾക്കാരെക്കാട്ടും ടീംമേറ്റ്സിനെക്കാട്ടും എല്ലാവരെക്കാട്ടും കൂടുതൽ നല്ല ക്ലാരിറ്റിയും റെസൊല്യൂഷൻ, ഒരു ഇംപ്രഷനും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൂം കോൾസിലോ അല്ലെങ്കിൽ MS Teams കോൾസിലോ ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ ക്വിക്കായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു റെസൊല്യൂഷൻ കുക്കിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെബ് ക്യാം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് മറ്റേ NVIDIA ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ OBS അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ വെച്ച് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട്, ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി വേറെ പല ഡിഫറെൻറ്റ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്കത് കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇതേപോലെ NVIDIA ബ്രോഡ്കാസ്റ്റ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ബാക്കിലുള്ള റൂമിൻ്റെ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി നമുക്ക് പല ബാക്ക്ഗ്രൗണ്ട്സ് ചൂസ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് NVIDIA ബ്രോഡ്കാസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ NVIDIA RTX ഫീച്ചേഴ്സുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് വേണം നിങ്ങൾക്ക്. ഇതല്ലാതെ തന്നെ നമുക്കിപ്പോൾ സൂം കോളിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസിലോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് അത് മാറ്റാൻ പറ്റും. വീണ്ടും ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന യൂട്യൂബറാണ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ് നിങ്ങളെങ്കിൽ OBS എന്ന് പറഞ്ഞുള്ള സോഫ്റ്റ്വെയറിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് വേറൊരു ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ വെബ് ക്യാമിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഈ ത്രെഡ്, അതായത് ട്രൈപോഡിൻ്റെ ത്രെഡ് തിരിക്കാനുള്ള ആ ഒരു ത്രെഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് നമുക്ക് ട്രൈപോഡിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെല്ലിൻ്റെ WB2023 വെബ് ക്യാമിൻ്റെ റിവ്യൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ബാക്കിയുള്ള മാർക്കറ്റിലുള്ള 2K വെബ് ക്യാമിനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ വെബ് ക്യാമിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലോജിടെക്കിൻ്റെ 2K മോഡൽ വെബ് ക്യാംസിനായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ജുനൈദ് സൈനിങ് ഓഫ്.